ഞാൻ ഹസ്ബൻഡിനോട് പോരാടിയാണ് എനിക്കിപ്പോൾ ഈ ദൃശ്യം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത്രത്തോളം വേദന ഞാൻ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഞാൻ കാല് പിടിച്ചു തോന്നി. 2 കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഒരു തെറ്റും ചെയ്തിട്ടില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെ അടിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ തെളിവാണ് CCTV ദൃശ്യത്തിലുള്ളത്. എന്നെ ഇവിടെ നെഞ്ചത്ത് പിടിച്ചിട്ടാണ് ഒറ്റ തള്ളു തള്ളുന്നത്. എന്നിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എല്ലാം നേരെ തിരിച്ച് പിറ്റേ ദിവസം മുതൽ എനിക്കെതിരെ കള്ളക്കേസുകളെല്ലാം ഇട്ട് ഞാനാണ് അവിടെ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഞാനാണ് കുഞ്ഞുങ്ങളെ അവിടെ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞു. ആ പോലീസുകാരനെ ഞാൻ അടിച്ചു, നെഞ്ചത്ത് മാന്തി വെച്ചു, ഡോറുകൾ തല്ലി തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യൂസുകളിലും പേപ്പറിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ സമൂഹത്തിന്റെ മുമ്പിലൊക്കെ ആകെ ഒരുപാട് വിഷമം അനുഭവിച്ചു ആ സമയത്ത്. ഇപ്പോഴും അതിന്റെ മനസ്സിൽ മാറുന്നില്ല. അത്രയും വേദനിച്ച് 1 വർഷത്തെ പോരാട്ടമാണ് എൻ്റെ. 1 വർഷത്തിൽ കൂടുതലായി. ഇത്ര നാൾ ഞാൻ പോരാടിയാണ്, ഞാൻ ഹസ്ബൻഡിനോട് പോരാടിയാണ് എനിക്കിപ്പോൾ ഈ ദൃശ്യം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത്രത്തോളം വേദന ഞാൻ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ അന്ന് അനുഭവിച്ച അത്രയും വേദന. ഈ കേസിലേക്ക് ബെല്ലെന്ന് പറഞ്ഞ ആള് 2-3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അവരെ വീട്ടിലെല്ലാവർക്കും അറിയാം. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആളാണ്. കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും വേറെ പ്രശ്നമില്ല. കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം വന്നിട്ട് അത് പ്ലാൻ ചെയ്ത പോലെ അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും. ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങി കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടുകിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി പോലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് സ്റ്റേഷനെ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. എൻ്റെ വനിതാ പോലീസുകാരൊക്കെ ഒരു വനിതാ പോലീസാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ ആ വിഷയമുണ്ട്. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമം കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ എറിഞ്ഞ് തറയിട്ടല്ല. ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച് കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി. തള്ളി ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങളാരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ആ ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഇത്രയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. ആ കുട്ടികൾ ആ സമയത്ത് സമയോചിതമായിട്ട് ഞങ്ങൾ വനിതാ പോലീസിനെ ഞാൻ അവർ